ആരെയോ ചുമന്നാൽ ചുമന്നവനും നാറും എന്നൊരു ചൊല്ലുണ്ട്. ആ അവസ്ഥയിൽ നിൽക്കുന്ന ചിലരെങ്കിലും ഇത് കേൾക്കണം. ഹൂ കെയേഴ്സ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻ പ്രതികരണം. മാനമുള്ള ഏതു മനുഷ്യനും നാണം കെട്ടു പോകുന്ന അവസ്ഥയിലാണ് ഈ പ്രയോഗം വന്നത്. ഹൂ കെയേഴ്സ് എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെ ഒരു അശ്ലീലമാണോ എന്ന് സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് പോലും മാറി. നാണം കെട്ട ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും പരാതി എവിടെ, പരാതിക്കാരി എവിടെ എന്നായിരുന്നു രാഹുലിൻ്റെ സൈബർ വെട്ടുകിളികളുടെ ചോദ്യം. പരാതിക്കാരെയെല്ലാം തങ്ങൾ ഡീൽ ചെയ്യും എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ഈ രാഹുലും സംഘവും. നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിയാകെ നാണം കെട്ട് നാറും എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ കോൺഗ്രസിലെ ചില നേതാക്കൾ അന്നേ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. അപ്പോഴും ചില നേതാക്കൾക്ക് അതത്ര ദഹിച്ചിരുന്നില്ല. അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രാഹുലിനു വേണ്ടി ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നു. ഇപ്പോൾ പരാതിക്കാരി നേരിട്ട് വന്നിരിക്കുന്നു. പരാതിയിൽ FIRും വന്നു. അതിൽ പറയുന്ന പലതും കേട്ടാൽ അയ്യേ, ഇങ്ങനെ ഒരാളാണോ ഇപ്പോഴും MLA ആയി തുടരുന്നതെന്ന് ആരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകും. MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിർദ്ദേശിക്കാൻ കോൺഗ്രസ് തയ്യാറാവേണ്ടേ? അതോ മറുപക്ഷത്ത് സമാന ആരോപണം വന്നവർ രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും രാജിവെക്കില്ലെന്ന ന്യായീകരണത്തിൽ തൂങ്ങിയാടാനാണോ തീരുമാനം? ലേശമെങ്കിലും നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിലും തയ്യാറാവേണ്ടേ?